കൊച്ചാ ഈ ഡിപ്രഷൻ വെച്ചാ നിനക്കാണോ ഡിപ്രഷൻ? അല്ല, അല്ലാതെ ഇങ്ങനെ ചുമ്മാ കേട്ടപ്പോ ചോദിച്ചാ. ഇത് നിന്റെ മനസ്സാന്ന് വിചാരിക്കുക. അച്ഛനുമായിട്ടും അമ്മയുമായിട്ടും വല്ല വന്ന് വഴക്കിട്ടു, വിഷമം തോന്നും, ദേഷ്യം തോന്നും, നാണക്കേട് തോന്നും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുറ്റബോധം തോന്നും. ഈ തോന്നുന്നതെല്ലാം നമ്മുടെ ഓരോരോ ഇമോഷൻസ് ആണ്. ആദ്യം ഒരു ഇച്ചിരി ദേഷ്യം തോന്നി, മനസ്സിലോട്ടിട്ട് ഇച്ചിരി വിഷമം തോന്നി, ഇച്ചിരി കുറ്റബോധം തോന്നി, ഇച്ചിരി നാണക്കേട് തോന്നി, കുറച്ച് ദിവസം നേരം കഴിഞ്ഞപ്പോ അങ്ങ് മറന്നുപോയി. പിന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല. അച്ഛനും അമ്മയായിട്ട് ഡീലായി. ഇത് 1-2 ദിവസത്തെ കാര്യമായി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ആഡായിക്കൊണ്ടിരിക്കും. ഇമോഷൻസ് സപ്രസ്ഡ് ആയിട്ടുള്ളത് വീണ്ടും 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 ഇങ്ങനെ വീണോണ്ടേയിരിക്കും. 20-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ മനസ്സ് ഫില്ലാവും. ഇങ്ങനെ തന്നെ ഇരിക്കും, അനങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിനക്ക് ഭയങ്കര എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. ട്രോമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ലവ് ഫെയിലിയർ ആകാം, ആക്സിഡന്റ് ആകാം, ചിലപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണമോ, നമ്മൾ വളർത്തുന്ന ഒരു പെറ്റിന്റെ മരണമോ, ഇതൊന്നും വേണമെന്നില്ല. ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്വപ്നം കണ്ടാൽ മതി, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ദേഹത്ത് ഒരു പല്ല് വീണാൽ മതി, അതൊന്നും ഞെട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഷോക്ക് സംഭവിക്കും. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ കുറേശ്ശെ അടുക്കി വെച്ചിരുന്ന കാര്യമെല്ലാം കൂടെ മിക്സ് ആകാതിരിക്കുമ്പോ ഒരു ഗുണം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഇതിനകത്തുനിന്ന് തന്നെയാണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഫീലിങ്സിനെ പുറത്തെടുക്കുന്നതെന്ന് പറയുന്നത്. ഒരാളെ സ്നേഹിക്കാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്നേഹം എടുത്ത് കൊടുക്കും. ഒരാളെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, അത് പുറത്തോട്ടെടുക്കും. മിക്സ് ആവുന്നതിന് മുമ്പ് അതെല്ലാം ഈസി ആയിട്ട് പുറത്തെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പൊ ട്രോമ ഉണ്ടായി, ഒരു ഷോക്ക് വന്നു, അപ്പൊ ഷേക്കായി, എല്ലാം മിക്സ് ആയി പോയി. അപ്പൊ മൈൻഡിന് പെട്ടെന്ന് ഇതിനകത്തുനിന്ന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സാധനങ്ങൾ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാം കൂടെ പല സ്ഥലത്ത് കിടക്കുവാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും, എവിടാണ്, ഏത് ഇമോഷൻ എടുക്കണം, എന്തോ എടുക്കണം, എപ്പോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് സെർച്ചിങ് വന്നു കഴിഞ്ഞാൽ മൈൻഡ് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റി, ഉത്കണ്ഠയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ആങ്സൈറ്റി കൂടി വരുമ്പോൾ മൈൻഡ് വിചാരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ എന്തോ അപകടത്തിൽപ്പെട്ടെന്നുള്ളതാണ്. മൈൻഡ് ഒന്നും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ഇത് നിറഞ്ഞു വരും. നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇടാനും സ്ഥലമില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും സ്ഥലമില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ പുറത്തെടുക്കാനും ഒന്നും പറ്റുന്നില്ല. എല്ലാം കൂടെ ജാം ആയി പോത്തില്ലേ? ആ ജാം ആയ അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് സ്റ്റക്ക് ആയി പോയി, കൺഫ്യൂസ്ഡ് ആണ്. ഡിപ്രഷനിൽ എല്ലാവർക്കും സാധാരണ ഉണ്ടാകുന്നത് വിഷമമാണ്, സാഡ്നെസ് നല്ലോണം ഉണ്ടാവും, ഒറ്റപ്പെടലുണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയോ സംസാരിക്കുന്നു, ആരൊക്കെയോ കാണുന്നു, അങ്ങനെയൊക്കെ തോന്നാനും ഒക്കെ ചാൻസ് ഉണ്ട്.